ആ എന്തൊക്കെയാണെങ്കിലും അവൻ ശ്രമിച്ചല്ലോ. ഇങ്ങനെ ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആപത്താണ്. ഇപ്പൊ തന്നെ അവനെ കൊന്നുകളയാം. ഒന്ന് സമാധാനപ്പെടുവാകൻ. എനിക്ക് ഉത്തരം വേണം. അവൻ എന്തിനാ എൻ്റെ ചേച്ചിയുടെ മോനെ കൊന്നെന്ന് എനിക്കറിയണോ? അവൻ എണീച്ചു. അപ്പോ നീ തന്നെയാണല്ലേ കിലർ ബീൻ? അതെ. നീ എൻ്റെ വെയർ ഹൗസിൽ ഇരിച്ചു കയറി എൻ്റെ ചേച്ചിയുടെ മോനെ കൊന്നു. നിനക്കെന്താ വേണ്ടത്? എൻ്റെ തോക്കിന് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ? നീ പണി കൊടുത്ത ശമ്പളം ആരും കൊടുക്കും? എൻ്റെ തോക്ക് വേറെ ആരും ഉപയോഗിക്കണം എനിക്കിഷ്ടമല്ല. കൈയും കാലും കെട്ടിയിട്ടാലും നിന്റെ ഡയലോഗിനൊരു കുറവുമില്ല. അത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു മോനെ. കൈ കെട്ടി വെച്ചിട്ട് അടിക്കുന്നോടാ നാണമില്ലാത്തവനെ. എനിക്ക് എന്താ വേണ്ടത് കില്ലർ ബീൻ? നീ ആർക്ക് വേണ്ടിട്ടാ ജോലി ചെയ്യുന്നേ? എന്താ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ബേക്കാ സ്ട്രീറ്റിന്റെ അടുത്തുള്ള വെയർ ഹൗസിൽ നീ ഇടിച്ചു കയറി എൻ്റെ ചേച്ചിയുടെ മോനെ എന്തിനാ കൊന്നതെന്ന് പറ. ചേച്ചിയുടെ മോനോ? ഞാൻ നാളെ കേട്ടോ. അവൻ എന്ത് നല്ല കുട്ടിയാണെന്നറിയോ? ഞാൻ എത്ര ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കിയാലും അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ അത് വാങ്ങിക്കൊടുത്തിട്ടേ ഉള്ളൂ. അവർക്ക് DJ ക്ലബ്ബ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കൊരു സ്വന്തമായിട്ടുള്ളൊരു DJ ക്ലബ്ബ് വാങ്ങിത്തരാന്ന്. അതുവരെ എൻ്റെ വെയർ ഹൗസ് യൂസ് ചെയ്തൊന്നും ഞാൻ പറഞ്ഞു. മറ്റേ മഞ്ഞ തൊപ്പിക്കാരനല്ലേ, അവനാണല്ലോ പാട്ട് ഇട്ടത്. അവർക്ക് പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. എന്തായാലും ചത്തല്ലോ. ഈ നായനെ കൊന്നിട്ട് വെള്ളത്തിലേറിയേ ഇവന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഞാനും പറഞ്ഞു നേരത്തെ. സ്വന്തം തോക്കുന്ന വെടികൊണ്ട് ചാവുന്നത് ഒരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ? തമാശയാണോ? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ഈ ടോം ആൻഡ് ജെറി കളി അങ്ങോട്ട് നിർത്തിയാലോ? ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇത് ക്രോംവെൽ ആണ്. രാജർ ഡിറ്റക്റ്റീവ് ക്രോംവെൽ. എനിക്ക് ബാക്കപ്പ് വേണം. 43 മെയിൻ സ്ട്രീറ്റിൻ്റെ അവിടെ എത്തിക്കാലോ സാർ? പെട്ടെന്ന് വേണമെന്നില്ല, എനിക്ക് സമയമുണ്ട്. ക്രോംവെൽ ഔട്ട്. എത്ര ധൈര്യമുണ്ട് നീ എൻ്റെ സ്ഥലത്ത് തന്നെ വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കുന്നത്? നീ ആരാണെന്ന നിന്റെ വിചാരം? ഇങ്ങനെ ചൂടായല്ലോ എൻ്റെ പൊന്നു ഗുണ്ടുമണി. ഞാൻ നിന്നെ കൊല്ലാനല്ല വന്നത്. എന്താ? ഞാൻ അത് അവനെ കൊല്ലാനാ വന്നത്. നീയാണ് എൻ്റെ വഴി കയറി വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് അവനെയാണോ കൊല്ലണ്ടേ, എന്നെ അല്ലേ? ഇവനെന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, വെടിവെക്കവനെ. അപ്പം നിനക്കെല്ലാം മനസ്സിലായല്ലോ. അപ്പം ഗുണ്ടുമണി വേഗം വീട്ടിൽ പോക്കോ. ഇല്ല, നീ എന്താ എന്നെ കൊല്ലാത്തതെന്ന് എനിക്കറിയണം. ശരിടാ അപ്പ, നിനക്കും ചാവണോ അല്ലേ? നീ നടുവിൽ കയറി നിൽക്ക്, ഇപ്പം തന്നെ തീർത്തു തരാം നിന്നെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഒരു വെപ്പൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ ഒരു കൊളാബറേഷൻ ഉണ്ട്. എനിക്ക് അവൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തേ പറ്റൂ. അതായിരിക്കും നല്ലത്. വേഗൻ, നീ കാരണമാണ് അത്രയും സംഭവിച്ചത്. കുറെ നാൾക്ക് ശേഷം അത്രയും ബുദ്ധിയുള്ള ഒരുത്തിനെ കാണുന്നത്. എനിക്ക് വേണ്ടിയല്ലേ, അപ്പൊ കുറച്ച് സ്പെഷ്യലൊക്കെ ആയിരിക്കും. അതെ, അതുകൊണ്ടാണല്ലോ നിന്നെ അയച്ചത് അവര് അല്ലേ കില്ലർ ബീൻ? എന്താ തേങ്ങ അവിടെ നടക്കുന്ന?
നീ ഷാഡോ ഏജൻസിയിലെ ഏറ്റവും വലിയ ടോപ്പ് ബീനായിരുന്നു. എനിക്ക് വിഷമമുണ്ട് നിന്നെ കൊല്ലുന്നതിന്. നീ എന്തിനാ ഷാഡോ ഏജൻസിനെ ചതിച്ചത്? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഷാഡോ ഏജൻസി എന്നെയാണ് ചതിച്ചത്. എന്ത്? നീയാണല്ലോ അവിടുത്തെ ഡാറ്റാബേസ് മൊത്തം നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞത്, ഡാർക്ക് ബീൻ. നിനക്കിതെങ്ങനെ ചെയ്യാൻ തോന്നി? പിന്നെ നീ ഇവിടുത്തെ ഗാങ്സ്റ്ററിൻ്റെ ഒപ്പം കൂടിയിട്ട് ഇവിടുത്തെ എല്ലാ ക്രൈമിനും കൂട്ടുനിന്നു. അതുമല്ലാതെ വെപ്പൺസ് സെല് ചെയ്യാൻ നീ സഹായിക്കുകയും ചെയ്തു. നീ എന്തിനാ ഷാഡോ ഏജൻസിയിൽ ചേർന്നത് കിലർ ബീൻ? പോലീസിനും സോൾജേഴ്സിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒരൊറ്റ ബുള്ളറ്റിൽ. നമ്മളെല്ലാവരും ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഷാഡോ ഏജൻസിയിൽ ജോയിൻ ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് ഓരോന്ന് തള്ളി മറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ കയറ്റിപ്പിച്ചതെന്ന്. എനിക്കത് പതിയെ മനസ്സിലാവും. ഏജൻസിനെ കുറിച്ച് പറയാൻ എനിക്ക് അർഹതയില്ല. കാര്യങ്ങളാകെ മാറി. ഞാൻ ഷാഡോ ഏജൻസിയിൽ ജോയിൻ ചെയ്തിട്ട് 12 വർഷമായി. ഇതുവരെ എല്ലാം ഞാൻ ചെയ്തത് നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെയാണ് ചില കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങിയത്. ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഒരിക്കലും വേറൊരു ഗാങ്സ്റ്ററിന് വെപ്പൺസും സെല് ചെയ്യില്ല, നെക്കോട്ടിക്സും സെല് ചെയ്യില്ല. നമുക്ക് എന്തൊക്കെ മിഷൻസ് വന്നാലും അത് നമ്മൾ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മൾ അതുകൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്താലും അവന്മാര് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ ഷാഡോ ഏജൻസിക്ക് അവസാനമായി ചെയ്തു കൊടുത്ത വർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാങ്സ്റ്ററിന് വെപ്പൺസ് സെല് ചെയ്യായിരുന്നു. അതോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതെല്ലാം ഞാൻ ഒറ്റയടിക്ക് വിശ്വസിക്കണമെന്നാണോ? എനിക്കറിയാൻ പറ്റിയ നീ അവിടുത്തെ ഡാറ്റാബേസ് മൊത്തം നശിപ്പിച്ചിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ രണ്ടിടത്തിന് വെടിവെച്ച് ഞാൻ കൊന്നു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അവരെന്നെ കൊല്ലാൻ നോക്കിയത് കൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടുപേരെയും കൊന്നത്. ഞാൻ ഡാറ്റാബേസ് ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഞാൻ എന്റെ ഇൻഫർമേഷൻ മാത്രമാണ് നശിപ്പിച്ചത്. എനിക്ക് അവന്റെ ഡാറ്റാബേസ് നശിപ്പിച്ചിട്ട് ഒന്നും കിട്ടാൻ നീ പിന്നെ എന്തിനാ ഒരു ഗാങ്സ്റ്ററായിട്ട് ക്യാപ്പച്ചിനോന്റെ ഒപ്പം കൂടിയത്? അതിനൊന്നും എനിക്ക് ഉത്തരവില്ലേ. ക്യാപ്പച്ചിനോ ഒരു മേജർ വെപ്പൺ മാസ്റ്ററാണ്. അതിൻ്റെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് നിറയെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തത്, ആർക്കൊക്കെ വെപ്പൺസ് സെല് ചെയ്യുന്നു, ആർക്കൊക്കെ നെക്കോട്ടിക്സ് സെല് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഷാഡോ ഏജൻസിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. എന്നെ കൊല്ലാൻ ഇപ്പൊ 6ാമത്തെ ആളാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ വന്നോ അവരൊക്കെ ചത്തിട്ടേ ഉള്ളൂ. നിന്റെ ഈ തൊലിഞ്ഞ കഥ 5 മിനിറ്റ് നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നീ ചാവാൻ തന്നെയാ പോകുന്നത്. നീ എന്നെ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യേ. പക്ഷെ ഷാഡോ ഏജൻസി എന്തായാലും നിന്നെ കൊന്നിരിക്കും. കില്ലർ ബീൻ. അടുത്ത തൊലിക്കഥ നിനക്കെന്താ വയ്യേ? അവന്മാരെന്തിനാ എന്നെ കൊല്ലുന്നേ? ഞാൻ അവന്മാരുടെ ബെസ്റ്റ് ഷാഡോ ബീനാണല്ലോ. ഷാഡോ ഏജൻസി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നിന്നെ വിട്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന അവർക്ക് അറിയാം. ഇൻഫോർമേഷൻ നൽകിയത് കൊണ്ട് ഇനിയിപ്പോ അവന്മാര് നിന്നെ വിശ്വസിക്കാനും തയ്യാറല്ല. അപ്പൊ എന്തായാലും അവര് നിന്നെ കൊന്നിരിക്കും കില്ലർ ബീൻ. അവന്മാരെന്തായാലും നിന്നെ കൊന്നിരിക്കും. നീ ഒന്നും അറിയാത്തൊരു കൊച്ചു പയ്യനാണ്. ഷാഡോ ഏജൻസി എന്നെ കൊല്ലാനാണല്ലോ നിന്നെ വിട്ടത്. പക്ഷെ നീ ഇവിടെയുള്ള എല്ലാവരെയും കൊന്നു. ഇവിടെയുള്ള എല്ലാവരും ക്രിമിനൽസും ഗാങ്സ്റ്റേഴ്സുമാണ്. അതുകൊണ്ട് നീ എന്നെ പോലെ ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോ എന്തായാലും നിന്നെ അവർ കൊന്നിരിക്കും. അവർക്കെന്നെ കൊല്ലാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ മെഷീനിലോട്ട് എന്നെ വിട്ടത്? അത് നീ തന്നെ സ്വയം പറഞ്ഞല്ലോ. നീ അവന്മാരുടെ ബെസ്റ്റ് ഷാഡോ ബീനാണ്. അവന്മാരെന്നെ കൊല്ലാൻ വേണ്ടി 6 പേരിനെ നേരത്തെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്മാരെ ഞാൻ കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് കില്ലർ ബീൻ. അവന്മാർക്ക് നമ്മൾ 2 പേരിനെയും കൊല്ലണം എന്ന് തന്നെ ആഗ്രഹം. നമ്മൾ 2 പേരും നന്മയ്ക്ക് വേണ്ടി പൊരുതുന്ന ഒരാൾക്കാരായതുകൊണ്ട് അവന്മാരെന്തായാലും കൊന്നു തന്നെയാകും. അതൊരു ചെയ്യും. ഇല്ല ഇല്ല, നീ കള്ളമാണ് പറയുന്നത്. നീ പറയണമെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ നീ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോ
നിന്നെ വെടിവെക്കാൻ നോക്കിയതാ. പക്ഷെ നീ ആദ്യത്തെ ഷോട്ടിൽ തന്നെ എന്റെ കഥ കഴിച്ചു. എന്തൊക്കെയാണെങ്കിലും നമ്മൾ രണ്ടുപേരും മരിക്കേണ്ടവരെ തന്നെയാ. എസ് ബാച്ച് വിത്ത് ക്രാമ്പുവാണ് എൻ്റെ ബാക്കപ്പ് അവിടെ. 26 പോലീസ് ഓഫീസേഴ്സ് ഓൺ ദ വേ ആണ് സാർ. അതുപോലെ എനിക്ക് ഇനിയും വേണം. എത്ര പേരിനെ സാർ? എല്ലാവരിനെയും. ശരിയാണ്, എവിടെ എത്തി? കേട്ടത് പിന്നെ ആരിനെ ഞാൻ കൊല്ലേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഒരു പ്രശ്നവുമില്ല. എനിക്ക് അവനൊന്ന് കണ്ടാൽ മാത്രം മതി. എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാം. ഓക്കെ.